ആരോടാണ് നിങ്ങൾ പറയുന്നത്? ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്ന സർക്കാരിന്റെ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടിയോടോ? ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പെൻഷൻ വർദ്ധിപ്പിച്ച പാർട്ടിയായ കോൺഗ്രസ്സുകാരോടാണോ? ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പെൻഷൻ വർദ്ധിപ്പിച്ച പാർട്ടിയായ കോൺഗ്രസ്സുകാരോടാണോ? 1980 45 രൂപ 60 വയസ്സ് കഴിയുന്ന കർഷക തൊഴിലാളി കെ നായർ സർക്കാരിന്റെ കാലത്ത് ആദ്യത്തെ കർഷക തൊഴിലാളി പെൻഷനായിട്ട് അനുവദിക്കുന്നത്. അതിനുശേഷം 82 ആ സർക്കാർ വീണു. പകരം 82 UDF സർക്കാർ അധികാരത്തിൽ വന്നു. 45 രൂപയിൽ 100 രൂപ കൂട്ടിയോ? 82 മുതൽ 87 വരെയുള്ള UDF സർക്കാരിന്റെ കാലത്ത് 1 രൂപ കൂട്ടിയില്ല. തീർന്നില്ല. 87 കെ നായർ മന്ത്രിസഭ വീണ്ടും വരേണ്ടി വന്നു. 45 രൂപയിൽ നിന്ന് 60 രൂപയായിട്ട് ആ പെൻഷൻ വർദ്ധിപ്പിക്കാൻ. അതായത് 45 രൂപയായിരുന്ന പെൻഷൻ 60 രൂപയായി വർദ്ധിപ്പിക്കുന്നത്. ആദ്യത്തെ വർധനമുണ്ടാവുന്നത് കെ നായരുടെ 1987 സർക്കാരിന്റെ കാലത്താണ്. ആ സർക്കാർ 92 പോയി, UDF വന്നു. എന്തെങ്കിലും വർധനമുണ്ടായോ? 5 വർഷക്കാലം ഒരു വർധനവും ഉണ്ടായില്ല. ഒടുവിൽ 96 പെൻഷൻ 60 രൂപയിൽ നിന്ന് 120 രൂപയായിട്ട് വീണ്ടും വർദ്ധിപ്പിക്കുന്നു. കെ നായർ സർക്കാരിന്റെ കാലത്ത്. മൂന്നാമത്തെ വർധനയും LDF സർക്കാരിന്റെ കാലത്ത് 1996 കോൺഗ്രസിന്റെ ഏതെങ്കിലും സർക്കാർ ഏതെങ്കിലും ഘട്ടത്തിൽ പെൻഷൻ വർദ്ധിപ്പിച്ചു? നാമമാത്രമായിട്ടാണെങ്കിലും 96 വരെ വർദ്ധിപ്പിച്ചില്ല. അതിനുശേഷം 2001 കെ ആന്റണി സർക്കാർ വരുന്നു. അടിമുടി സാമ്പത്തിക ബാധ്യത നമുക്കറിയാമല്ലോ. 91 കെ ആന്റണി സർക്കാർ വരുമ്പോഴാണ് 28 മാസമാണെന്ന് പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കുടിശ്ശിക ഉണ്ടായിരുന്ന കാലം 2001 വന്ന കെ ആന്റണി സർക്കാരിന്റെ കാലമാണ്. ആ 28 മാസക്കാലത്തെ പെൻഷൻ 120 രൂപയുടെ പെൻഷന്റെ കുടിശ്ശിക കൊടുത്തു തീർക്കുന്ന ആരാണെന്ന് അറിയാമോ? 28 മാസത്തെ പെൻഷന്റെ കുടിശ്ശിക 2006 വരുന്ന VS അച്യുതാനന്ദൻ സർക്കാരാണ്. അന്ന് VS അച്യുതാനന്ദൻ സർക്കാർ 2011 ഇറങ്ങിപ്പോകുമ്പോൾ ഒരു മാസത്തെ കുടിശ്ശികയില്ല. ഈ 120 രൂപ എന്നുള്ളത് 500 രൂപയാക്കിയിട്ടാണ് VS അച്യുതാനന്ദൻ പോകുന്നത്. വർധന ഉണ്ടാവുന്നു. 120 നിന്നാണ് വർധന ഉണ്ടാവുന്നത് ആലോചിക്കണം. അപ്പോ 2011 വരെയും UDF സർക്കാരിന്റെ ഒരു സർക്കാരും 1 രൂപ പോലും ആ അർത്ഥത്തിൽ വർധനവ് വരുത്തിയിട്ടില്ല.